ആനിമൽ. രചന സൂര്യകാന്തി പെണ്ണ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ചേച്ചി ഇങ്ങനെ പൈസ മോഷ്ടിക്കുന്നു. കാർ തുറക്കെ വിളിച്ചു പറയവേ മേശയുടെ വലിപ്പിലേക്കിട്ട കൈ ദിനേശൻ വേഗത്തിൽ വലിച്ച് തിരികെ എടുത്തു. മിണ്ടലേടി. ദിനേശൻ കാർത്തുവിനെ നോക്കി ചുണ്ടത്തി വിരൽ വെച്ചു. ഞാൻ പറയും. കാർത്തു ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ആ വന്നോ, എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? പാറുവെളിയിൽ കൈകുത്തിയെന്ന് ദിനേശൻ അടിമുടിയെന്ന് നോക്കി. കുടിച്ച് കൂമ്പാടിക്കാനുള്ള മരുന്ന് മേടിക്കാൻ പൈസ വേണമായിരിക്കും അല്ലേ? കാർത്തു ദിനേശനെ നോക്കി കണ്ണുകൂർപ്പിച്ചു. ഞാൻ കുടി നിർത്തിയിട്ട് 2-3 ദിവസമായി പാറുവേ. ഈ പെണ്ണ് വെറുതെ ഓരോന്ന് ഊഹിച്ചു പറയാ. 2 ദിവസമായിട്ട് വല്ലാത്ത ചുമ. ഒന്ന് ഡോക്ടറെ കാണിക്കണം, അതിന് പൈസക്ക് വന്നാ ഞാൻ. ദിനേശൻ കാർത്തുവിനെ പാടെ അവഗണിച്ചുകൊണ്ട് പാറുവിന് നേരെ തിരിഞ്ഞു. വെറുതെ പറയാ, ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കുടിച്ചിരിക്കുന്നു. ഈ ചേച്ചിയാണെങ്കിൽ ഒരു മണ്ടി, ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഈ ചേച്ചി വിശ്വസിക്കും. സത്യാടി പെണ്ണേ, ഇന്നേക്ക് 3 ദിവസമായിട്ട് ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ആണയിടാം. ആ എന്താ ഒന്ന് സത്യം ചെയ്തേ കാണട്ടെ. നിന്റെ തല ഇങ്ങോട്ട് കാണിക്ക്. അയ്യോ എന്റെ തലയോ? കാർത്തു തലയിലേക്ക് 2 കൈയും വെച്ചുകൊണ്ട് കണ്ണുരുട്ടി ദിനേശനെ നോക്കി. മിണ്ടാതെ പോയിക്കോ കാർന്നവരെ. ഒരു തിരിയാവ് അതിനോട്ടിട്ടങ്ങ് കത്തിച്ചാലേ 7 ദിവസം നിന്ന് കത്തും. മൂക്കറ്റം കള്ള. എന്നിട്ട് എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാന്ന് പോലും. ജീവിച്ച് കൊതിയൊന്നുമില്ല എനിക്ക്, അറിയാവോ? ഓ അല്ലേലും എന്റെ സത്യത്തിനൊന്നും ഇപ്പൊ ഒരു വിലയുമില്ലല്ലോ. ദിനേശൻ നിഷ്കളങ്കനായി. ദേശമൂലം ദാമുവിന്റെ എക്സ്പ്രഷൻ ഇട്ട് ആളെ പറ്റിക്ക് ഇറങ്ങിക്കുക. എന്നാ കാർന്നൊരു കാര്യം ചെയ്യും, ഈ ചേച്ചിയുടെ തലയത്തോട് സത്യം ചെയ്യേ. അയ്യടി, എന്നിട്ട് എന്റെ കൊച്ചിന്റെ തല പൊട്ടിത്തെറിച്ചു പോകാനോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങനെ മൊത്തം വെള്ളയേച്ചി. കാർത്തു പാറുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പാറു രണ്ടാളുടെയും വഴക്കുന്നെല്ലാം കഴിയട്ടെ എന്ന് കരുതി അരികിൽ കിടന്ന ഒരു ബെഞ്ചിന്റെ മൂലയിലേക്ക് ഇരുന്നിരുന്നു. കഴിഞ്ഞോ രണ്ടിനെയും തല്ല്? പാറു ഇരുവരെയും മാറി മാറി നോക്കി. ഞാനല്ല, ഇവള എന്നെ കാണുമ്പോഴേക്കും തല്ലിന് വരുന്നത്. ദിനേശൻ കുഞ്ഞു പിള്ളേരെ പോലെ കാർത്തുവിന് നേരെ വിരൽ ചൂണ്ടി. ആ ഇപ്പൊ വാദി പ്രതിയായോ? കാർത്തു താടി കൈ കൊടുത്തോണ്ട് ചോദിച്ചു. ദിനേശേട്ടാ നിങ്ങൾക്ക് വേണ്ടായിരുന്നു എടുത്തോ, പക്ഷെ കുടിക്കരുത് കേട്ടോ. ഏയ് ഇല്ല, ഞാൻ കുടിക്കില്ല. നോണ നോണ നോണ, കല്ല് വെച്ച നോണ. ഈ ചേച്ചി ഇതിന് വളം വെച്ച് കുടിക്കരുത്. നീ പോടി കുട്ടി തേവാങ്കേ. ദിനേശൻ കാർത്തുവിനെ പുച്ഛിച്ചു വിട്ടു. നീ എടുത്താടി പാറുവേ, നിന്റെ കൈ കൊണ്ട് കിട്ടുന്നതിനെ രാശിയുള്ളൂ. ആ ബെസ്റ്റ്. ഇതപ്പൊ കുടിക്കാനല്ല ചീട്ടടിക്കാനാ പാറുവേച്ചി. അതാ രാശിയൊക്കെ നോക്കി വാങ്ങുന്നേ. കാർത്തു ദിനേശന്റെ കള്ളം കയ്യോടെ പൊക്കി. പാറു അയാളെ നെറ്റി വിളിച്ചുകൊണ്ട് ഇരുത്തി നോക്കി. മറുപടിയായി ദിനേശൻ പല്ലു മുഴുവൻ വെളിയിൽ കാണിച്ചൊരു ചിരിയിരിച്ചു. ആ ചിരിയിൽ പാറു വീഴും, അതാണ് പതിവ്. അല്ലെങ്കിൽ ദിനേശൻ വീഴ്ത്തും. 2 ദിവസം മുന്നേ ചീട്ട് കളിച്ച് തല്ലു മഴക്കായിന്ന് കേട്ടല്ലോ. ആ രമണി ചേച്ചിയുടെ ഭർത്താവായിട്ട് കയ്യേറ്റം വരെ എത്തിയെന്ന് പറഞ്ഞു കേട്ടു. അത് ചീട്ട് കളിച്ചിട്ട് അടിയായതൊന്നുമല്ല, ദിനേശൻ പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു. പിന്നെ പാറുവിനെ നെറ്റി കുളിഞ്ഞു. എന്റെ കഴിവുകേടുകൊണ്ടാണ് രമ്യ സതീഷിന്റെ കൂടെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ കൈ ഒതുങ്ങിയിരുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ ദിനേശന്റെ മുഖം താഴ്ന്നു. എത്രയൊക്കെല്ലാം മറന്നു എന്നടിച്ചാലും ചതിക്കപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും ഉണ്ടാകുന്ന നെഞ്ചിൽ. ദിനേശന്റെ മുഖം വാടിയപ്പോൾ കാർത്തുവിന്റെയും പാറുവിന്റെയും മുഖവും മങ്ങി. എന്നിട്ട് എത്ര പൊട്ടിച്ചു കാണാനായിട്ടിട്ട്? ഒരെണ്ണം. ദിനേശൻ ചൂണ്ടുവിരലുയർത്തി ഒന്നെന്ന് കാണിച്ചു. കാർത്തു ചിരിയോടെ ദിനേശന്റെ കഴുത്തിലൂടെ കൈയിട്ടു. അത് വെറുതെ, ഒന്നിലും നിന്റെ കാർന്നൊരു നിർത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ആ രമണി ചേച്ചിക്ക് നാക്കിനൊരു എത്തി നീളം കൂടുതലാ. എന്നെ ഈ ചേച്ചിയും കാണുമ്പോൾ പെണ്ണുമ്പിള്ളക്ക് ഇച്ചിരി ചൊറിച്ചിരി കൂടുതലാ. ഇനി താരം കിട്ടിയ രമണി ചേച്ചിയുടെ ചൊറിച്ചിലും കൂടെയുള്ള കൂട്ടിയൊന്ന് കൊടുത്തേക്ക്. കാർത്തു ദിനേശന്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു. അത് വേണോ? ദിനേശൻ ചിരിയോടെ അവളെ നോക്കി. ഇതൊക്കെ ഒരു രസല്ലേ കാർന്നവരെ? കാർത്തു ദിനേശന്റെ കുടവയറിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ദിനേശൻ അതിനനുസരിച്ച് കുടുകുടായി ചിരിക്കുന്നുണ്ടായിരുന്നു. മാറിയിരുന്ന അവരുടെ കളി കാണുന്ന പാറുവിന്റെ മുഖത്തുകൊണ്ട് അതേ ചിരി. കൗസലേച്ചി ഞാൻ പറഞ്ഞ കാര്യം എന്തായി? പൈസയുടെ കാര്യമാണോ? ആ അതേന്നേ. ഇപ്പൊ മറിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ പാറുവേ, കൗസല്യ ആലോചനയോടെ പറഞ്ഞു. അയ്യോ അങ്ങനെ പറയില്ലേ ചേച്ചി, കുഞ്ഞിന് കോളേജിൽ ചേരാൻ അഡ്മിഷൻ എടുക്കാനാ. അടുത്ത മാസം നമ്മുടെ കടയുടെ ഓപ്പോസിറ്റുള്ള ആ കട്ടക്കമ്പനിയുടെ വർക്ക് തുടങ്ങും. അപ്പൊ പിന്നെ അവിടെ വർക്കിനിരുന്ന പണിക്കാരൊക്കെ വന്നാൽ നമുക്ക് അത്യാവശ്യം കച്ചവടം ഉണ്ടാവും. അന്നേരം തിരിച്ചു തരാം. താരതന്റെ അവസ്ഥ പറഞ്ഞു. അത് മോളെ, കൗസല്യം ആലോചിച്ചു. ഭർത്താവ് പോലീസിലല്ലേ ചേച്ചി, ആശയൊക്കെ ഇച്ചിരി കൈക്കൂലിയൊക്കെ വാങ്ങാൻ പറ, പണം വരുന്ന വഴിയറിയില്ല. പിന്നെ കാർത്തു കൗസല്യെ പ്രോത്സാഹിപ്പിച്ചു. മിണ്ടാതിരിക്കുക വേണേ. പാറയുടെ കയ്യിൽ നോവാതെ ഒരു അടി കൊടുത്തു. കൗസല്യം ഇരുവരെയും നോക്കി പതിയെ ചിരിച്ചു. എന്തായാലും പണമായിട്ട് ചേച്ചിയുടെ കയ്യിലില്ല മക്കളെ, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, മോളി കൊണ്ടുപോയി പണയം വെക്ക്. വലത്തെ കയ്യിലെ സ്വർണ്ണവള ഊരിയെടുത്ത് കൗസല്യ പാറുവിന് നേരെ നീട്ടി. അയ്യോ ചേച്ചി ഇത്. പാറു ഇത് വാങ്ങാനൊന്നും മടിച്ചു. പണം വാങ്ങുന്ന പോലെയല്ലല്ലോ കയ്യിൽ കിടക്കുന്ന വള ഊരി വാങ്ങുന്നത്. നീ സ്വന്തം ചേച്ചി ഇരുന്ന പോലെ അങ്ങ് കണ്ടാൽ മതി, കാര്യങ്ങൾ നടക്കട്ടെ.
എന്റെ കയ്യിൽ 1-2 മാസം ഇതില്ലെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല. കൗസല്യ നേർമയായി ചിരിച്ചു. അത് കൗസല്യ നിർബന്ധപൂർവ്വം പാറുവിന്റെ കയ്യിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ഒപ്പം കാർത്തുവിന്റെയും. സ്വന്തങ്ങളും ബന്ധങ്ങളും തഴഞ്ഞവർക്ക് തണലേകാൻ ഇങ്ങനെ കുറെ മനുഷ്യന്മാർ. ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അശോകേട്ടാ പറയുമ്പോൾ പാറുവിന്റെ മുഖം പ്രകാശിക്കുന്ന പോലെ തോന്നി അശോകന്. അമ്പടി, നീ ആളുകൊള്ളാലോ. നീ ഇങ്ങനെ ഉഴപ്പിയെടുക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ തോറ്റു തൊപ്പിയിടൊന്ന്. അശോകൻ പാറു നീണ്ടിയ പാക്കിൽ നിന്ന് ലഡുരൻ എടുത്തുകൊണ്ട് കാർത്തുവിനെ നോക്കി ചിരിച്ചു. എന്നെ പോലെ ഐക്യ കൂടിയവർക്കൊന്നും കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല മിസ്റ്റർ. ഞാനൊക്കെ ചിട്ടിയുടെ പോലെയാ. ബുക്ക് എടുത്ത് കണ്ണിന്റെ അടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നനയ്ക്കാ മതി. കംപ്ലീറ്റ് ബ്രെയിൻ സ്കാൻ ചെയ്യും. ഞാനാരാ മോള്? കാർത്തു അല്പം തലക്കരത്തോടെ പറഞ്ഞു. അതാരാ കാർത്തു ഈ ചിട്ടി? കൂടെ പഠിക്കുന്നതാണോ? റീതാമയാണ്. ആ ബെസ്റ്റ്. നിങ്ങളോടൊക്കെ റോബോട്ടിന്റെ കാര്യം പറയുമ്പോൾ എന്നെ ഓടിച്ചിട്ട് അടിക്കണം. കാർത്തു നെടുവീർപ്പെട്ടു. നിരഞ്ജൻ സ്റ്റേഷനില്ലാത്തതുകൊണ്ട് പഴയ സ്വാതന്ത്ര്യത്തോടെയാണ് കാർത്തുവും പാറു അന്നേരം സ്റ്റേഷനിൽ നിന്നിരുന്നത്. കാർത്തുവിന്റെ റിസൾട്ട് വരുമ്പോൾ ആദ്യം സ്റ്റേഷനിൽ മധുരം കൊടുക്കണമെന്ന് പാറു ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. 2 പ്രായം തികഞ്ഞ പെൺകുട്ടികൾ തൊട്ടപ്പുറത്ത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇങ്ങനെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് പാറുവിനും കാർത്തുവിനും പോലീസുകാരുമായിട്ടുള്ള നല്ല ബന്ധം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ മാനത്തിന് വില പറയാനും സഹായഹസ്തം എന്ന വിലയിൽ ചൂഷണത്തിന് വരാനുമെല്ലാം ഇഷ്ടംപോലെ ആളുണ്ടായിന് നാട്ടിൽ. ആ ഉദയന്റെ മോള് പാസ്സായോ? നിങ്ങളുടെ ഒപ്പല്ലേ പോക്കും വരവും? അശോകൻ കാർത്തുവിനെ നോക്കി ചോദിച്ചു. ആ അവളും പാസ്സായി, കാർത്തു ആവേശത്തോടെ പറഞ്ഞു. ആ അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ഉദയന് അത് മതി. എന്താ ഇവിടെ? ആദ്യത്തെ ചിരിയും കളിയും കേട്ടാണ് നിരഞ്ജൻ കയറി വന്നത്. കാർത്തുവിനെയും പാറുവിനെയും കണ്ടതോടെ അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഒപ്പം നിരഞ്ജന നോട്ടം ക്ലോക്കിലേക്കൊന്ന് നീണ്ടു. പിന്നെ തിരികെ ആ കണ്ണുകൾ പാറുവിലേക്ക് നീണ്ടു. ആ നോട്ടത്തിന്റെ അർത്ഥം പാറുവിന് പെട്ടെന്ന് മനസ്സിലായി. നിരഞ്ജൻ വന്നതിൽ പിന്നെ ഈ നേരത്തെ സാധാരണയായി ചായയും കൊണ്ടുവരാറ്. പിന്നെന്തിനാണ് ഈ നേരത്തെ കെട്ടിയെടുത്തിരിക്കുന്നതെന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. എന്താണോ ഇത്? നിരഞ്ജൻ അശോകനെ നോക്കി. അശോകനാകെ വിരണ്ടു നിൽക്കുകയാണ്. പലവട്ടം അശോകനോട് പാറുവണയ്ക്കും കാർത്തുവിനും കൊടുക്കുന്ന അമിത സ്വാതന്ത്ര്യത്തിനെതിരെ താക്കീത് കൊടുത്തു കഴിഞ്ഞാണ് നിരഞ്ജൻ. സർ, എൻ്റെ അനിയത്തി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അപ്പൊ അതിന്റെ സന്തോഷത്തിന് മധുരം കൊടുക്കാൻ പാർവണ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അതിന് പോലീസ് സ്റ്റേഷനിൽ ഒന്നുണ്ടാക്കണോ? നിരഞ്ജന മുഖത്ത് പുച്ഛഭാവം. അല്ലെങ്കിലും വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമില്ല. നിരഞ്ജന മറുപടികൾക്ക് പാർവണ മനസ്സിൽ പറഞ്ഞു. ഇനി മേലാൽ ടീ കൊടുക്കാൻ ഉദിച്ച സമയത്തല്ലാതെ രണ്ടിനെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. നിരഞ്ജൻ പാറുവണിക്ക് നേരെ വിരൽ ചൂണ്ടി. പാറുവിന് നേരെ നീട്ടി ആ വിരലിൽ ആഞ്ഞൊരു കടി വെച്ച് കൊടുത്താലോ എന്നാണ് കാർത്തു അന്നേരം ചിന്തിച്ച്. വേണ്ട, കാണ്ടാമൃഗത്തിന്റെ തൊലിയാ, ചിലപ്പോൾ ഉള്ള പല്ല ഇളകിപ്പോരും. കാർത്തു തന്നെ ആ ചിന്ത 8 മടക്കി മാറ്റിവെച്ചു. സോറി സർ, ഇനി ആവർത്തിക്കില്ല. പാറുവിന്റെ മുഖം താഴ്ന്നു. നിരഞ്ജനൊന്ന് കനത്തിൽ മൂടിയിട്ട് അകത്തേക്ക് കടന്നു. അശോകൻ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു. മക്കള് പോയിക്കോ. റീതമ്മ പാറുവിനെയും കാർത്തുവിനെയും നോക്കി അലിവോടെ പറഞ്ഞു. നീ വാ കാർത്തു, നമുക്ക് പോവാം. പാറു മുന്നിൽ നടന്നു. അപ്പൊ അങ്ങേക്ക് ലഡു കൊടുക്കണ്ടേ? അങ്ങ് ചെല്ലി, അയാളിന്ന് പൊടിച്ച് ലഡു ആക്കി ഉരുട്ടിയെടുക്കും. പാറു പല്ലിയരിച്ചു. എന്നാ വേണ്ട, എന്തിനാ വെറുതെ അങ്ങേന്റെ കൈക്ക് പണി ഉണ്ടാക്കുന്നേ? കാർത്തുള്ളിൽ പറഞ്ഞുകൊണ്ട് പാറുവണയ്ക്കൊപ്പം നടന്നു. ചായക്കടയിലേക്ക് അങ്ങ് കയറി പാടെ പാറു പാത്രം എടുത്ത് യുദ്ധത്തിനിറങ്ങി. നിരഞ്ജനോടുള്ള ദേഷ്യം മുഴുവൻ പാത്രം ഉരച്ചും എറിഞ്ഞും തീർക്കുന്നുണ്ട് പാറു. എന്താടി ചേച്ചി, എന്താ കാര്യം? പാറു പോയ പോലെയല്ല തിരികെ വന്നെന്ന് കാണേ ഒതുക്കത്തിൽ കാർത്തുവിനോട് എന്താ കാര്യം എന്ന് ചോദിച്ചു പക്രു. അങ്ങേരി ഇടഞ്ഞു. ആര്? ആ SI അനാവശ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങരുതെന്ന്. ഓ പിന്നെ, അങ്ങേരുടെ ഭൂസ്വത്താണല്ലോ അത്. പക്രു ചുണ്ടുകൂട്ടി. അങ്ങേരുടെ മട്ടും പാവെല്ലാം കണ്ടിട്ടാണെന്ന് തോന്നി. കാർത്തു ഓർത്തും പറഞ്ഞു. അങ്ങേരെ എവിടെയെങ്കിലും സ്ഥലം മാറ്റം കിട്ടി പോയാൽ മതിയായിരുന്നു. പക്രു ആലോചനയോടെ പറഞ്ഞു. ഓവ, നീ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചു പറ അങ്ങനെ സ്ഥലം മാറ്റാൻ. ഓ അവിടെ ഒരു അളിഞ്ഞ തമാശ. നീടായിട്ട് നല്ല ഷോക്കാണ് കേട്ടോ. കാർത്തുവിന്റെ പുറത്തെട്ടി ഒന്ന് പക്രു പ്രശംസിച്ചു. ഓ, ഞാനതങ്ങ് സഹിച്ചു. കാർത്തു പക്രുവിനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. എന്റെ കൗസല്യ ചേച്ചി, നിങ്ങൾക്ക് എന്റെ ചേച്ചിയോട് വല്ല വിരോധമുണ്ടോ? ആ കാട്ടുമാക്കാന്റെ വീട്ടിലേക്ക് വിടാൻ? കാർത്തു മൂക്കത്ത് വിരൽ വെച്ചു. ചോദിക്കുന്ന പൈസ തരുന്നാ പറഞ്ഞ്. ആ ചോദിക്കുന്ന പൈസ ഇട്ടിട്ട് അങ്ങേന്റെ വീട്ടിൽ പോയ 2 ആളും മാസം ഒന്ന് തികഞ്ഞതിന് മുന്നേ പണിയെടുത്തിയില്ലേ? എന്താ കാര്യം? അയാൾ അത്രയും വലിയ കാട്ടുമാക്കാനാ അല്ലേ ചേച്ചി? നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ പറ്റിയൊന്നും പറയാറില്ല. എല്ലാവരും പൊറുതിമുട്ടിരിക്കാനുള്ള അങ്ങേരെ കൊണ്ട്. കാർത്തു ആരമതിലേക്ക് ചാടിക്കറിയുന്നുണ്ട് പറഞ്ഞു. എനിക്കറിയായിട്ടല്ല മോളെ, എന്നാലും ആളിത്തിന് മുരടനാണെങ്കിലും വേറെ അനാവശ്യ സ്വഭാവമൊന്നും ഇല്ലെന്ന് അശോകേട്ടൻ പറഞ്ഞ്. മോൾക്ക് കാശിന് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ. ശമ്പളം കൃത്യമായിട്ട് തരുമല്ലോ അല്ലേ? പാറു അരമതിലിരിക്കുന്ന കാർത്തുവിന്റെ മടിയിലേക്ക് കയ്യൂന്നിന്നുകൊണ്ട് ചോദിച്ചു. അത് കിട്ടും. നിർത്തിപ്പോയ 2 ആൾക്കും പറഞ്ഞ ശമ്പളം കൊടുത്തിട്ടാ പറഞ്ഞു വിട്ട്. എന്നാ പിന്നെ ഒരു കൈ നോക്കിയേക്കാം അല്ലേ? പാറു ആലോചനയോടെ പറഞ്ഞു. നിനക്ക് കടയും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ?
ആ അതൊക്കെ നോക്കാം നീ. ആവശ്യം നമ്മുടെ ആയി പോയില്ലേ. കുഞ്ഞിന് കോളേജിൽ അഡ്മിഷൻ എടുക്കണം, ഇവൾക്ക് PGക്കും ചേരണം. 2 ഭാരം കൂടെ എൻ്റെ ഈ കുഞ്ഞ് ചിറകിൽ ഒതുങ്ങുന്നില്ല. അതാ. പാറു കണ്ണു ചിമ്മി ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാനിനി പഠിക്കുന്നില്ലെന്ന്. ചെറിയ എന്തെങ്കിലും ജോലിക്ക് പോയാൽ ചേച്ചിക്ക് ഒരു കൈസഹായം ആവുമല്ലോ. കാർത്തു അലിവോടെ അവളെ നോക്കി. പാവം കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അയ്യോ, എന്റെ കാർത്തു ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊന്നും സംസാരിക്കല്ലേ കേട്ടോ. പാറു ചിരിയോടെ അവളെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചു. ഒന്നില്ലെങ്കിലും നമ്മുടെ SI സാറിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാലോ. യൂണിഫോമില്ലാത്ത SI സാർ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാലോ. പാറു ആലോചനയോട് പറഞ്ഞു. ആ മുരട്ട് സ്വഭാവം തന്നെയാണെങ്കിലോ? കാർത്തു എടുത്ത് ചോദിച്ചു. നല്ല സ്വഭാവം പഠിപ്പിക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. പാറുവിൽ അന്നേരം ഒരു ചിരിയുണ്ട്, ആത്മവിശ്വാസമുള്ള ചിരി. രാവിലെ തന്നെ നിർത്താതെ വാതിൽ തട്ടി കേൾക്കുന്ന കേട്ടിട്ടാണ് നിരഞ്ജൻ ഉണർന്ന്. 2 ദിവസമായി നല്ല കാറ്റും മഴയുമായിരുന്നു. ചാറ്റിലടിക്കുന്ന മുഴുവൻ ആ ബില്ലിന്റെ സ്വിച്ച് ബോർഡിലോട്ടായിരുന്നു. അതോടെ അതിന്റെ കാര്യം തീരുമാനമായി. ഇപ്പൊ ആര് വന്നാലും വാതിൽ തട്ടി വിളിക്കണം. ഇത്രയും നേരത്തെ ആരാണെന്ന ആലോചനയോടെയാണ് നിരഞ്ജൻ വാതിൽ തുറന്ന്. മുന്നിൽ നിൽക്കുന്ന ആളെ കാണെ നിരഞ്ജന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. പാറു വേണോ വേണ്ടയോ എന്ന മട്ടിൽ വെറുതെ ഒന്ന് ചിരിച്ചു. തിരിച്ചു ചിരിക്കുമായിരിക്കും. എവിടെ ചിരി എവിടെ? ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു എന്ന് പാറുവിന്റെ ബുദ്ധി ആത്മകഥം മുഴക്കി. അല്ലെങ്കിൽ ഈ കാട്ടുമാങ്ങനോട് ചിരിക്കാൻ പോയ തന്നെ പറഞ്ഞാ മതി. എന്താ? ഗൗരവത്തോടാൻ ചോദിച്ചു. ആ ശബ്ദം കേൾക്കെ ഇപ്പോൾ ഉറക്കെഴുന്നേറ്റാണെന്ന് തോന്നി പാറുവിന്. എന്താ ഗാംഭീര്യം, ഇടിമുഴക്കം പോലെ. ഞാൻ പാറു പറയാമെന്ന് മറന്നുപോയി. പൊട്ടിയാണോ താൻ? എപ്പ കണ്ടാലൊരു വിക്കലും പറയലും നിരഞ്ജൻ അവളെന്ന് ചൂഴ്ന്നു നോക്കി. പാറുവിന്റെ കണ്ണൊന്ന് കൂർത്തു ആ ചോദ്യത്തിൽ. പൊട്ടി തന്നെ മറ്റവള്. പാറുള്ളിൽ പിറുവിറുത്തു. ആ സർ, ഷീബ ചേച്ചിക്ക് പകരം എന്നോടാ വരാൻ പറഞ്ഞേ. ഓ, അത് താനായിരുന്നോ? അതെ. അപ്പൊ തന്റെ ചായക്കടയോ? ഇവിടുത്തെ 1-2 മണിക്കൂറിൽ തീരുമല്ലോ, അതുവരെ അനിയത്തിയിരിക്കും. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഒരു തള്ളയും ഞാനും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വെച്ചുണ്ടാക്കണം, അവരെ കുളിക്കാനൊന്നും സഹായിക്കണം. അത് കഴിഞ്ഞാൽ തനിക്ക് പോവാം, മനസ്സിലായോ? അടുക്കള ആവശ്യത്താ. നിരഞ്ജൻ പാറുവിന് അടുക്കള കാണിച്ചു കൊടുത്തുകൊണ്ട് തിരികെ ബെഡ്റൂമിലേക്ക് തന്നെ നടന്നു. ശ്വാസം ആഞ്ഞു വിട്ടുകൊണ്ട് ഇട്ടിരിക്കുന്ന കോട്ടൺ ചുരിദാറിന്റെ ഷോൾ തോളിലൂടെ നിന്ന് വിലങ്ങനെ കെട്ടി അവൾ അടുക്കളയിലേക്ക് നടന്നു. അരിപ്പൊടി ഇരിക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഐശ്വര്യമായി ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാമെന്ന് പാറു തീരുമാനിച്ചു. പാത്തിന് വെള്ളം വെച്ച് തിളപ്പിച്ച് കുറച്ച് ഉപ്പുമിട്ട് പാറു അരിപ്പൊടി വാട്ടിയെടുത്തു. ഒപ്പം നിമിഷ നേരം കൊണ്ട് ഒരു തേങ്ങയും ചിരകി പാലെടുത്തു. ഇവിടെയുള്ളവർ എത്ര കഴിക്കുമെന്നറിയില്ല, എന്നാലൊരു ഊഹാനുസരിച്ച് ഉണ്ടാക്കി. പോകെ പോകെ ശരിയാക്കാം, പാറു ഉള്ളിൽ പറഞ്ഞു. ചോറ് കഴുകി കലത്തിലിട്ട് തിരിഞ്ഞപ്പോഴാണ് പുറകിലൊരു നിഴലനക്കം. SI സാറിന്റെ അമ്മയാണോ? ചിരിയോടെ പാറു ചോദിച്ചു. അതെ. കുട്ടി ഷീബക്ക് പകരം വന്നതാണോ? അതെ. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? കുറച്ച് ദൂരേ ഉള്ളൂ. സ്റ്റേഷനടുത്തൊരു ചായക്കട നടത്തുന്നുണ്ട്. ആണോ? മോൾ ഒത്തിരി ഒന്നും ഉണ്ടാക്കേണ്ട കേട്ടോ. അമ്മയ്ക്ക് അധികമൊന്നും കഴിക്കാൻ വയ്യ, അവനും കുറച്ചേ കഴിക്കൂ. ശരി, പാറു ചിരിയോടെ പറഞ്ഞു. അമ്മക്ക് ഡിസ്കിനാണോ പ്രശ്നം? ഷീബ ചേച്ചി പറഞ്ഞിരുന്നു. അതെ. ഇംഗ്ലീഷ് മരുന്നാണോ? വേദന വരുമ്പോൾ കാണിക്കും. ഒരു സർജറി വേണമെന്നൊക്കെയാ പറയുന്നേ. ആയുർവേദം കൂടെ നോക്കായിരുന്നില്ലേ? അതും കുറച്ചു കാലം നോക്കിയതാ മോളെ. ജാനകിയമ്മ നേരത്തെ ചിരിയോടെ പറഞ്ഞു. ഇതുവരെ വന്ന 2 പോലെയല്ല. ജാനകിയമ്മയ്ക്ക് എന്തോ പാർവണിയോട് ഒരു പ്രത്യേക അടുപ്പം തോന്നി തുടങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ സംസാരവും ചിരിയെല്ലാം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി, അവർ മനസ്സിൽ പറഞ്ഞു. നിരഞ്ജൻ കുളി കഴിഞ്ഞ് യൂണിഫോം എല്ലാം മാറി വരുമ്പോൾ ടേബിളിൽ ഫുഡെല്ലാം വിളമ്പി ഒതുക്കി വെച്ചിട്ടുണ്ട്. അവനിരുന്ന് പ്ലേറ്റിലേക്ക് 2 ഇടിയപ്പെട്ട് കഴിക്കാൻ തുടങ്ങി. ആദ്യത്തെ വായിൽ തന്നെ രുചിമുകളങ്ങൾ ഉണർന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അവന്. അങ്ങനെ ഭക്ഷണകാര്യത്തിൽ വലിയ കർശനമൊന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണം കിട്ടണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവണം ജാനകി അമ്മയും വീൽ ചെയറിലിരുത്തി വരുന്നത് കാണുന്നത്. കുളി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു കോട്ടൺ നൈറ്റി ഇട്ടിട്ടുണ്ട്. ഒപ്പം മുടിയെല്ലാം ചീകി ഒതുക്കി കെട്ടിവെച്ചിട്ടുണ്ട്. എന്തോ കുറച്ചു കാലത്തിന് ശേഷം അവരുടെ മുഖത്ത് വല്ലാത്തൊരു പ്രസാദം പോലെ. തന്റെ ജോലി കഴിഞ്ഞോ? നിരഞ്ജന്റെ നോട്ടം പാറുവിലേക്ക് നീണ്ടു. എന്നാ പോയിക്കോ. പാറു വേഗത്തിൽ തലയാട്ടി. ജാനകി അമ്മയോട് നാളെ വരാമെന്ന് പറഞ്ഞ് വേഗത്തിൽ അവൾ പുറത്തേക്ക് ഇറങ്ങി. സൈക്കിൾ മെടുത്ത് കാറ്റുപോലെ പാഞ്ഞു പോകുന്നവളെ നിരഞ്ജനം നോക്കി. അവന് നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഈ പെണ്ണിന് എപ്പോഴും ഒരു തിരക്കും വെപ്രാളമാണല്ലോ. കേരളം ഭരിക്കുന്ന ഇനി ഇവളാണോ? ഉള്ളിൽ പിറുപിറുത്തുകൊണ്ട് നിരഞ്ജൻ പതിയെ കഴിച്ച് എഴുന്നേറ്റു. ഒരു ചായ. എന്തോ കാര്യമായിട്ട് കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സ്വരം പാറുവണയുടെ ചെവിയിൽ. മുഖമുയർത്താതെ തന്നെ പാറുവിനറിയാം ആ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന്. പാറു കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. ഈ നട്ടുച്ചക്കോ? കണ്ണുകൾ ചുരുക്കി പാറു അവനെ നോട്ടം നോക്കി. നെയ്വിന് അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ച് പതിയെ ചിരിച്ചു. എങ്കിൽ പിന്നെ ഊണായിക്കോട്ടെ.
പാറൊന്ന് അമർത്തി മൂളിക്കൊണ്ട് കയ്യിൽ നിന്ന് പേന താഴെ വെച്ചുകൊണ്ട് എഴുന്നേറ്റു. വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ തരാറില്ലേ? പാറു അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? നെവിന്റെ മുഖത്ത് അപ്പോഴും ചിരി തന്നെ. അല്ല, ലളിതാമ്മ തറയിലും തലയിലും വെക്കാതെ ഓമനിച്ചുകൊണ്ട് നടക്കുന്ന സന്തതിയല്ലേ, അപ്പൊ പിന്നെ പട്ടിണി കിട്ടില്ലെന്നറിയാം. മറുപടിയായി നെവിനൊന്ന് ചിരിച്ചു. വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന അതല്ലല്ലോ. നെവിന് ഇടം കണ്ടിട്ട് അവളെ നോക്കി. പിന്നെ പാറുവിന്റെ പുരികക്കുടികൾ വില്ലുപോലെ വളഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടിയാലും എനിക്കത് പ്രസാദമാണ്. നെവിനിൽ ഇപ്പോഴും ഉണ്ടാ കള്ളച്ചിരി. പാറു രൂക്ഷമായി അവനെ നോക്കി. കൈമടക്കി ചേച്ചി ഒരെണ്ണം തരുമ്പോഴും ഇത് തന്നെ പറഞ്ഞേക്കണേ നെവിനേട്ടാ. താഴെ നിന്ന് ഒരു അശരീരി. നെവിന്റെ നോട്ടം ഞൊടിയിൽ താഴോട്ടെത്തി. പക്രുവാണ്. ഐഷ്, നീ എപ്പോന്ന് പക്രൂട്ടാ? നെവിൻ ചിരിയോട് അവനെ എടുത്തു പൊക്കി. കൃത്യം പറഞ്ഞ ആ ചായ കുഴിച്ച് പാളിപ്പോയില്ലേ, അപ്പ മുതൽ ഞാനിവിടെ ഉണ്ട്. പക്രു ചിരിയടക്കി. എല്ലാം കേട്ടു അല്ലേ? നെവിന്റെ മുഖത്ത് ചമ്മൽ. ഓവ്, ആ പ്രസാദത്തിന്റെ കാര്യം ഉൾപ്പെടെ കേട്ടു. ശുഭം, ഞാൻ ആരോടും പറയില്ല. പക്രു ചിരിയോടെ പറഞ്ഞു. ആരോട് പറഞ്ഞാലും നിന്റെ കാർത്തിനോട് പറയായിരുന്നാ മതി. അത് മതി ആ കുട്ടി വിശ്വാസിനെ എന്നെ കളിയാക്കി കൊല്ലാൻ. ഞാൻ എങ്ങനെയെങ്കിലും നിന്റെ പാറു ചേച്ചി ഒന്ന് വളച്ചോട്ടെടാ. നെവിന്റെ മുഖത്തുകൊണ്ട് അതേ ചിരി. വളയോ? ശ്രമിക്കാം. നെവിൻ പാറുവായ വഴി നോക്കിയിട്ട് പതിയെ പറഞ്ഞു. ഈ കാര്യത്തിൽ എന്റെയും കാത്തു ചേച്ചിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. പോയി വിജയിച്ചു വാ മകനെ. പക്രു നെവിന്റെ നെറുകിൽ തൊട്ട് അനുഗ്രഹിച്ചു. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ നെവിന്റെ കുടുംബമാണ്. അതിൻ്റെതായ എല്ലാ സുഖ സൗകര്യത്തിലും ജീവിച്ചുകൊണ്ടാവാം നെവിന്റെ അമ്മ ലളിതാമ്മക്ക് അതിൻ്റെതായ ഒരു തലക്കനമുണ്ട്. പക്ഷെ നെവിൻ അങ്ങനെയല്ല. എല്ലാവരോടും ഒരുപാട് സ്നേഹമാണ്. നെവിനും പക്രുവിനും കാർത്തുവിനും ഒരുപാട് ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും പാറുവിനോടും കൂടെ നെവിന് താല്പര്യം തോന്നാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിപ്പാണ് പക്രുവും കാർത്തുവും. കാർത്തു, ഒന്ന് നിൽക്കണോ? താൻ എന്താണോ ഇങ്ങനെ? ശരൺ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ നടക്കരുതെന്ന്. എന്റെ ചേച്ചി എല്ലി വെള്ളാക്കി കോളേജിലേക്കൊന്നും പഠിക്കാനാ, അല്ലാതെ. കാർത്തു പാതി വഴിയിൽ വാക്കിൽ നിർത്തി ശരണിനെ ഒന്ന് രൂക്ഷമായി നോക്കി. അവന് ഞാൻ തന്നെ ഉപദ്രവിക്കാൻ വന്നോ? ഇല്ലല്ലോ, ഇഷ്ടം തോന്നി അത് തുറന്നു പറഞ്ഞു. ആ ഇത്രയും വലിയ കുറ്റാണ് കാർത്തു? ശരൺ കാർത്തുവിനെ നോക്കി ചിരിയോടെ ചോദിച്ചു. ശരൺ, നിന്നെപ്പോലെ സകല സുഖ സൗകര്യങ്ങൾ വളർന്ന ഒരാൾക്ക് പലതും ഒരു തമാശയായിരിക്കും. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ജീവിതം ഏറ്റവും മാനിയായിട്ട് ജീവിച്ചു തീർക്കണമെന്നുണ്ട്. കാർത്തുവിൻ്റെ ഓരോ വാക്കുകൾക്കും വല്ലാത്തൊരു ഉറപ്പുണ്ട്. അപ്പൊ തനിക്കെന്നെ ഇഷ്ടമല്ല? അല്ലെന്ന് എത്ര വട്ടം പറയണം ശരൺ. കാർത്തു ഒട്ടും ചിന്തിക്കാതെ മറുപടിയും പറഞ്ഞു. വേണ്ട, ഇഷ്ടപ്പെടണ്ട. പക്ഷെ എനിക്ക് തന്നെ സ്നേഹിക്കാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്താ ചെയ്യാ? തന്റെ തലയിൽ എന്താ കളിമണ്ണാണോ? കാർത്തു തിരിഞ്ഞടക്കുന്നെങ്കിൽ പല്ലിറമിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു. എന്താടാ, വീണോ? അവൾ അങ്ങ് പോയതും കുറച്ച് ദൂരെ മാറിയുന്ന ഡാനി ഓടി വന്നിട്ട് ചോദിച്ചു. എവിടെ? അവളങ്ങനെ പെട്ടെന്നൊന്നും വീഴില്ലെന്റെ ഡാനി. എന്റെ കുറെ ചെരുപ്പ് തേയും. എന്നാലും സാരമില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. ശരൺ കാർത്തുപോയ വഴിയെ നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.